പ്രിയപ്പെട്ടവരെ, നമുക്കിനി ആലപ്പുഴയിലേക്കൊന്ന് പോകാം. ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ CPM-ന്റെ ഏരിയ സമ്മേളനം നടക്കുകയാണ്. ആ ഏരിയ സമ്മേളനത്തിൽ തീർച്ചയായും മുൻമന്ത്രി ജി സുധാകരൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ മുൻമന്ത്രി ജി സുധാകരന് ക്ഷണമില്ല. ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിൽ നിന്നും സുധാകരനെ ഒഴിവാക്കി. സുധാകരന്റെ വീടിനടുത്താണ് പൊതുസമ്മേളനം നടക്കുന്നത്. ശരത് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ശരത് എസ്. ഇത്തവണ ഏരിയ സമ്മേളനം വീട്ടിലിരുന്ന് കേൾക്കേണ്ടി വരുമോ ജി സുധാകരൻ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഏരിയ സമ്മേളനം വീട്ടിലിരുന്ന് കേൾക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ ജി സുധാകരൻ ഉള്ളത്. സുധാകരന്റെ വീട്ടിന് 1 കിലോമീറ്റർ അപ്പുറമാണ് ഈ പൊതുസമ്മേളനം നടക്കുന്നത്. അതായത് പറവൂരിലാണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്നത്. 1 കിലോമീറ്റർ ദൂരം മാത്രമേ സുധാകരന്റെ വീട്ടിൽ നിന്ന് ഉള്ളൂ. പക്ഷേ ഇതുവരെ സുധാകരന് ക്ഷണം ലഭിച്ചില്ല എന്നുള്ളതാണ്. നേരത്തെ ഇന്നലെയായിരുന്നു പൊതുസമ്മേളനം ഏരിയ സമ്മേളനം ആരംഭിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിലും സുധാകരനെ ക്ഷണിച്ചില്ല. ഇന്നിപ്പോൾ നടക്കുന്ന പൊതുസമ്മേളനത്തിലും സുധാകരന് ക്ഷണമില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇതിന്റെ ഒരു സാങ്കേതികമായി പാർട്ടി വിശദീകരിക്കുന്നത്. ഇത്തരത്തിൽ നിലവിൽ പാർട്ടി ഭാരവാഹിത്വത്തിലൊന്നും തന്നെ സുധാകരനില്ല. ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് മാത്രമാണ് സുധാകരൻ. മാത്രമല്ല ഏരിയ കമ്മിറ്റിയും ഇല്ല. പ്രതിനിധി എന്ന നിലയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഇത്തരം നേതാക്കളെ പല ഘട്ടങ്ങളിലും ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും ഒക്കെ തന്നെ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ആ രീതിയിൽ പോലും സ്വന്തം ഏരിയ കമ്മിറ്റിയിൽ വരുന്ന സമ്മേളനത്തിൽ പോലും പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പ്രധാനമായും കഴിഞ്ഞ ഒരു 3 വർഷമായി സുധാകരൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ല, ഏരിയ പ്രവർത്തനങ്ങളിൽ സജീവമല്ല. അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ HSLAM MLA-യുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സുധാകരൻ വിട്ടുനിന്നു, പ്രചരണത്തിൽ ഇറങ്ങിയില്ല എന്നൊരു പരാതിയും HSLAM MLA പാർട്ടിക്ക് നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എളമരം കരീം ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു. ഈ അന്വേഷണത്തിൽ സുധാകരന് വീഴ്ച പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു. അതിന്റെയൊക്കെ തന്നെ ഭാഗമായി താക്കീത് നൽകുകയാണ് ചെയ്തത്. നടപടി മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് ആ സമയത്ത് നടപടി എടുത്തിരുന്നില്ല. പക്ഷേ സുധാകരന് താക്കീത് നൽകിയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ എന്തായാലും സുധാകരൻ ഏരിയ കമ്മിറ്റിയുടെ പാർട്ടി പ്രവർത്തനങ്ങളും തന്നെ സജീവമാകാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് വിമർശനമായും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഈ കവിതകളോടൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ പാർട്ടിയെ വിമർശിക്കുന്ന നേതാവാണ് സുധാകരൻ. ആ രീതിയിൽ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർത്തിയതാണ്. ഏറ്റവും ഒടുവിൽ വന്നത് TJ ആഞ്ചലോസിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ്. നിലവിലെ CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് TJ ആഞ്ചലോസിനെ നേരത്തെ പാർട്ടി CPM പുറത്താക്കിയിരുന്നു. അത് ഇത്തരത്തിൽ അതിൽ വീഴ്ച സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയായിരുന്നു ആഞ്ചലോസിനെ പുറത്താക്കിയതെന്നുള്ള തുറന്നു പറച്ചിൽ ഒരു പ്രസംഗത്തിൽ സുധാകരൻ ഏറ്റവും ഒടുവിൽ നടത്തിയിരുന്നു. അതിനു മുൻപ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട CPM-ന്റെ നിലപാടും സുധാകരൻ വിമർശിച്ചു. അതായത് പ്രായപരിധി ഇത്തരത്തിൽ നല്ലതല്ല, മാത്രമല്ല അത് ആ ചട്ടം വന്നവർക്ക് തന്നെ അത് തിരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ചട്ടം ഇരുമ്പുലക്കിയല്ലാതെ തുടങ്ങിയ പ്രസംഗങ്ങളൊക്കെ തന്നെ വലിയ വിവാദമായതാണ് സമയത്ത്. ആ രീതിയിൽ പാർട്ടിയെ പല ഘട്ടങ്ങളിലും സമ്മർദ്ദത്തിലാക്കുന്ന നേതാവാണ്. പാർട്ടിക്ക് ഏരിയ കമ്മിറ്റിക്ക് പോലും പല രീതിയിൽ ഇത്തരത്തിൽ സുധാകരനെ അനഭിബന്ധനാണ്. ആ കാരണങ്ങളൊക്കെ തന്നെ കൊണ്ടാവാം ഒരുപക്ഷെ സുധാകരനെ ഈ സമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നത്. HSLAM MLA-ക്കാണ് എന്തായാലും ഈ സമ്മേളനത്തിന് നടത്തിപ്പ് ചുമതല ഉൾപ്പെടെയുള്ളത്. ആ രീതിയിൽ കൂടി ആയിരിക്കും ഒരുപക്ഷെ സുധാകരനെ ക്ഷണിക്കാതിരുന്നത്. എന്തായാലും മുതിർന്ന നേതാവെന്ന നിലയിൽ ജില്ലയിലെ ഇതുവരെയുള്ള ഒറ്റ സമ്മേളനത്തിൽ പോലും സുധാകരനെ ക്ഷണിച്ചിട്ടില്ല. നിലവിൽ 15 ഏരിയ കമ്മിറ്റികൾ ആലപ്പുഴയിലുള്ളതിൽ 13 12 ഏരിയ സമ്മേളനവും കഴിഞ്ഞു. പക്ഷേ ഇതിലൊന്നും തന്നെ സുധാകരന് ക്ഷണമുണ്ടായിരുന്നില്ല. സ്വന്തം ഏരിയ കമ്മിറ്റിയിൽ വരുന്ന സമ്മേളനത്തിൽ പോലും ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ജി സുധാകരന്റെ വീടിന് 1 കിലോമീറ്റർ അകലെയാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നാണ് ശരത് റിപ്പോർട്ട് ചെയ്യുന്നത്.